പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകര രാജ്യം, ആ ഭീകര രാജ്യത്തിന് ഒരു താക്കീതുമായിട്ട്, താക്കീതെന്ന് പറയാം, അതിശക്തമായ താക്കീതുമായിട്ടാണ് നമ്മുടെ വെല്ലുവിളിയുമായിട്ടാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കറാച്ചിയിലേക്കുള്ള വഴി സർക്രീക്കിലൂടെയാണ്, ഞങ്ങൾക്ക് അങ്ങോട്ട് അങ്ങനെ ഒരു വഴിയുണ്ട്, അതായത് കയറി അടിക്കും, ഇനി അനങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയില്ല, കയറി അടിച്ച് നിരപ്പാക്കി കളയും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ വെറുതെ ഇരിക്കുന്ന പാകിസ്ഥാനെയാണോ ഇത് പറയുന്നത് എന്നുള്ളത് ചിലർക്കൊരു സംശയമുണ്ട്. സത്യത്തിൽ പാകിസ്ഥാൻ എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടാക്കിയോ, അതോ അതിദേശീയം ഇത് കൊണ്ട് പറയുന്നതാണോ? അതിദേശീയത ഇളക്കി വിടുന്നതാണോ? കോൺഗ്രസിന്റെ അതിദേശീയത, കോൺഗ്രസിന്റെ പുതിയ കണ്ടുപിടുത്തമാണ് ദേശീയത കൂടിപ്പോയി. ദേശീയതയിൽ വെള്ളം ചേർത്ത് ഇപ്പൊ വെള്ളം മാത്രമേ ഉള്ളൂ ഇവന്മാർക്ക്, ദേശീയത ഇല്ല അതിനകത്ത്. ദേശീയത നേർപ്പിച്ചേ അപ്പോൾ അവർക്ക് കോൺഗ്രസ്. അപ്പോൾ ഇവർക്ക് അതിദേശീയത പറയുന്നതൊന്നുമല്ല, ഇങ്ങോട്ട് കയറി ചൊറിയാൻ വരാതെ അങ്ങോട്ട് ഇന്ത്യ മറുപടി കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? വെറുതെ ചുമ്മാ ഇരിക്കുന്ന പാകിസ്ഥാൻ്റെ അടുത്ത് ഇങ്ങോട്ട് വേണം റൗണ്ട് നടക്കൂടാണ് പോകുന്നതെന്ന് ചോദിക്കുമോ? ഇന്ത്യ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ പാകിസ്ഥാൻ എന്നൊരു ഭീകര രാജ്യം ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം അത് വളരെ ചേച്ചിയത് വളരെ കാഷ്വലായിട്ട് പറഞ്ഞു, അതായത് ഇപ്പം അത് നോർമൽ റിയാലിറ്റിയാണ്. പാകിസ്ഥാൻ എന്നൊരു ഭീകര രാജ്യം എന്നൊക്കെ പറയുമ്പോൾ അതല്ല, പെഹൽഗാമിന് മുമ്പാണെങ്കിൽ നമ്മൾക്ക് കുറച്ചുകൂടി ഒരു സങ്കോചം ഉണ്ടാവും പറയാൻ. അയൽ രാജ്യം എന്ന് പറയും, അയൽ രാജ്യം എന്നെങ്കിലും പറയാം. അതോടുകൂടി തെളിഞ്ഞല്ലോ. ഇപ്പൊ ഇങ്ങനെ പറയാം, ഒരു പാകിസ്ഥാൻ തെമ്മാടി ഉണ്ടല്ലോ, അങ്ങനെയാ പറയുന്നത്. അപ്പോൾ അതുപോലെ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇവർ ഈ സൗദിയായിട്ടൊക്കെ ഉള്ളൊരു കരാർ ഒപ്പിട്ടിരുന്നത്, അന്നത്തെ പ്രതിരോധ കരാർ, അന്നത്തെ ഒരു നെകളിപ്പൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നല്ലോ. അതായത് ഇനിയിപ്പോൾ കണ്ടട മറ്റേ മീശമാധവൻ സിനിമയിലെ ദിലീപ് ഉണ്ടല്ലോ, ഇങ്ങനെ പുരുഷൻ്റെ ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ കാണിക്കൂലേ, ജഗതി എടുത്ത് ഇങ്ങനെ കാണിക്കൂലേ, അതുപോലെ സൗദിയെ മുന്നിൽ നിർത്തിയിട്ട് ഇവരാണ് ആണവശേഷിയുള്ള രാജ്യം, പക്ഷേ സൗദി സമ്പന്ന രാഷ്ട്രമാണല്ലോ. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നിനക്കൊന്നും തൊടാൻ പറ്റില്ല എന്നുള്ള, നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്നാൽ നമ്മൾ ലിമോസിൻ കാറാണ് എന്നുള്ള രീതിയിൽ, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഒപ്പൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ ഈ അത് ഇവിടെയുള്ള പാക് പ്രേമികൾക്കും അവിടെയുള്ള പാവപ്പെട്ട പാകിസ്ഥാനിലെ ജനങ്ങളെ ഇത് ഇതൊക്കെ പറഞ്ഞ് വിശ്വസിക്കും. പക്ഷേ ഇവിടെയുള്ള കുറേ പാക് പ്രേമികളുണ്ട്, അറിയായിരിക്കുമല്ലോ. നിർഭാഗ്യവശാൽ ഇന്ത്യക്കുള്ളിലും ചില പാക് പ്രേമികളുണ്ട് എന്നുള്ളതാണ്. പാകിസ്ഥാൻ പൗരത്വം കിട്ടാൻ ആഗ്രഹിക്കുന്നവർ. അപ്പോൾ അങ്ങനെയുള്ളവരും ഇവിടെ ഇരുന്ന് ഈ കരാറിനെയൊക്കെ വലിയ രീതിയിൽ എന്താണ് അങ്ങനെ ഒരു ഇന്ത്യ ഇനി ഒന്ന് ശരിയായില്ല കരയുക. സത്യത്തിൽ അവര് ഈ കരാറൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴേ പാക് പ്രേമികളെ അവരങ്ങനെ ഇരുന്ന് നെഞ്ചത്തടിച്ച് കരയുക. അതെന്തിനാ? നദീജല കരാറൊക്കെ റദ്ദാക്കി കഴിഞ്ഞപ്പോഴേ. അല്ല, ആ കരാറല്ല, ഈ സൗദിയായിട്ടുള്ള കരാർ വന്ന സമയത്ത് ഇവർക്ക് അപ്പോഴാണ് ശ്വാസം വീണത്. മറ്റേ കരാറൊക്കെ കഴിഞ്ഞ് ഈ പറഞ്ഞ നെഞ്ചത്ത് ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നവർക്ക് ഈ സൗദിയായിട്ടുള്ള കരാർ വന്നപ്പോഴാണ് നമ്മളെ കാക്കന്മാരുണ്ട് എന്നുള്ള രീതിയിലേ അവർക്ക് ഇത് വന്നു. പക്ഷേ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പാകിസ്ഥാനെതിരെ നിൽക്കുന്ന രാജ്യം ഇന്ത്യ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യ വഴിയുടെ ഏതയലത്ത് കൂടെ വരില്ല. അതാണ് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അത് നമ്മുടെ ഒരു നാലാമത്തെ മറ്റോ വലിയ വ്യാപാര പങ്കാളിയാണ്, അവരുടെ നാലാമത്തെയോ രണ്ടാമത്തെയോ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. അതെ, അതുകൊണ്ട് പിന്നെ സൈനിക ശേഷിയിൽ ഒട്ടും പിന്നിലല്ല, മൂന്നാമത്തതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ചുമ്മാ കയറി അടിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഇത് അവർക്ക് ഈ പറയുന്ന ഇവിടെ ഉള്ള ചിലർക്ക് ഉൾപ്പെടാൻ കൊള്ളാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ പറയുന്ന ഈ പ്രതിരോധ കരാറിന് ശേഷം ഇവർ അടുത്ത ഒരു പരിപാടി ചെയ്തു. സർക്രീക്ക് മേഖലയുണ്ടല്ലോ, നമ്മുടെ ബോർഡർ അതിർത്തി, അവിടെ ഈ പാകിസ്ഥാൻ സൈനിക സാന്നിധ്യം അങ്ങ് വളരെ വലിയ രീതിയിൽ അങ്ങ് വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രതിരോധ മന്ത്രി എന്താണ് ഈ പറഞ്ഞ പ്രസ്താവന പറഞ്ഞത്. അതായത് ഈ പറയുന്ന വിവാദപരമായിട്ടുള്ള, കേരളത്തിൽ മാത്രമേ ഇത് വിവാദമൊക്കെ ആവുള്ളൂ കേട്ടോ, മറ്റൊരിടത്തൊന്നും വിവാദമൊന്നുമല്ല. പ്രതിരോധ മന്ത്രി ചുമ്മാ അനാവശ്യമായിട്ട് പാകിസ്ഥാനെ സമാധാനമായിട്ട് ജീവിക്കുന്ന പാകിസ്ഥാനെ ചൊറിയാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത്. അവർ ഈ പ്രതിരോധ മന്ത്രിയുടെ മറുപടി മാത്രമേ കേൾക്കുള്ളൂ. പാകിസ്ഥാൻ എന്ത് ചെയ്തിട്ടാണ് എന്നുള്ളത് ഇവിടുത്തെ കേരളത്തിലെ മാപ്രകൾ കാണില്ല. അപ്പോൾ ഇതിന് വളരെ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പ്രസംഗമാണ് ഇത്. മറ്റേ ട്വിറ്ററിൽ കുറിച്ചിട്ടതും ട്രൂത്ത് സോഷ്യലിനെ കുറിച്ചിട്ടൊന്നുമല്ല, ഇത് നല്ല മറുപടിയായിട്ട് ലോകം മുഴുവൻ ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ പരിപാടി ഇല്ല. അതെ, നമുക്ക് ഈ ട്വിറ്ററിലൂടെ കൊടുക്കുന്ന പരിപാടിയില്ല. എന്തെങ്കിലും പ്രസ്താവന ഉണ്ടെങ്കിൽ അത് എഴുതി അറിയിച്ച് നേരിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കും. അല്ലാതെ ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള പരിപാടിയൊന്നുമില്ല. അതൊക്കെ ചുമ്മാ വല്ല ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഈ കറാച്ചി കയറി തച്ചു തകർക്കും എന്നും പരസ്യമായിട്ട് പ്രഖ്യാപിച്ച അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഉണ്ടല്ലോ, അതിൻ്റെ പ്രസക്തമായിട്ടുള്ള ചില ഭാഗം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. സുഹൃത്തുക്കളെ,
സ്വാതന്ത്ര്യം ലഭിച്ച് 78 വർഷങ്ങൾക്ക് ശേഷവും സക്രീക്ക് മേഖലയിലെ അതിർത്തി തർക്കം തുടരുകയാണ്. ചർച്ചയിലൂടെ അത് പരിഹരിക്കാൻ ഇന്ത്യ നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാന് അങ്ങനെ യാതൊരു ഉദ്ദേശവുമില്ല. അത് അങ്ങനെ അഥവാ ഉദ്ദേശങ്ങളുണ്ടെങ്കിലും ആ ഉദ്ദേശങ്ങൾ ശുദ്ധമല്ല. സക്രീക്കിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ സൈന്യം അടുത്തിടെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച ഒരു രീതി അത് അവരുടെ ഉദ്ദേശങ്ങൾ കൃത്യമായി വെളിപ്പെടുത്തുന്നതാണ്. ഇന്ത്യൻ സൈന്യവും BSFും സംയുക്തമായി ജാഗ്രതയോടെയും ഇന്ത്യയുടെ അതിർത്തികൾ സംരക്ഷിക്കുന്നു. സക്രീക്ക് പ്രദേശത്ത് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അനിഷ്ട സംഭവത്തിനിടയായാൽ ഇനിയുള്ള വാക്ക് ശ്രദ്ധിച്ചോ, ചരിത്രവും ഭൂമിശാസ്ത്രവും മാറുന്ന തരത്തിൽ നിർണായകമായ പ്രതികരണം അവർക്ക് ലഭിക്കും. 1965 യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം ലാഹോറിലെത്താനുള്ള കഴിവ് പ്രകടിപ്പിച്ചിരുന്നതാണ്. 1965 ഇന്ന് 2025 കറാച്ചിയിലേക്കുള്ള വഴി സക്രീക്കിലൂടെ കടന്നു പോകുന്നു എന്ന് പാകിസ്ഥാൻ ഓർമ്മിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് കൃത്യമായ ഒരു മറുപടിയാണ്, വ്യക്തമായിട്ടുള്ളൊരു മറുപടിയാണ് രാജ്നാഥ് സിംഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ചരിത്രവും ഭൂമിശാസ്ത്രവും മാറുന്ന തരത്തിൽ നിർണായകമായ പ്രതികരണം എന്ന് പറയുന്നിടത്താണ് നമ്മൾ അതിന് വ്യാഖ്യാനിക്കേണ്ടത്. അതായത് ഭൂമിശാസ്ത്രം മാറും എന്ന് പറയുമ്പോൾ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ചരിത്രം മാറുമെന്നുള്ളതും പറയുന്നുണ്ട് അല്ല. ഭൂമിശാസ്ത്രം മാറുമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ മാത്രമായിരിക്കാം ഉദ്ദേശിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ചരിത്രം മാറുമെന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ 1947 മുന്നേ ഉള്ള ചരിത്രവുമായിരിക്കാം. അവിടെ അങ്ങനെയും കൂടെ വ്യാഖ്യാനിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതായത് കറാച്ചിയിലേക്കുള്ള കാര്യമാണ് പറയുന്നത്. കറാച്ചിയിലേക്കുള്ള കാര്യം എന്ന് പറയുമ്പോൾ കറാച്ചി പിടിച്ചെടുക്കുമെന്ന് തന്നെ ആയിരിക്കും പറയുന്നത് കൂടുതൽ. കാരണം ഇങ്ങോട്ടുള്ള ഒരു ഇതും നമ്മൾ വിട്ടുകൊടുക്കില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഈ പറയുന്ന പാക് ഒക്കുപ്പൈഡ് കാശ്മീർ പാകിസ്ഥാൻ്റെ അല്ല, നമ്മുടെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് തിരിച്ച് അങ്ങനെ ആ ഒരു പ്രയോഗം തന്നെ തെറ്റാണ്. അതായത് തിരിച്ച് വാങ്ങുക, തിരിച്ചെടുക്കുക, പിടിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത്. നമ്മൾ നമ്മുടേതായിട്ടുള്ള അല്ല, അതുകൊണ്ടാണ് നമ്മുടെ ഭരണകർത്താക്കൾ പറയുന്നത് സ്വമേവ അത് നമ്മളിലേക്ക് വന്നു ചേരും എന്ന് പറയുന്നത്. അത് കാരണം അവിടുത്തെ ആളുകൾ ഇപ്പോൾ അത് രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഈ പറയുന്ന പാകിസ്ഥാൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ താല്പര്യമില്ല എന്നുള്ളത്, സ്വതന്ത്രരായിട്ട് നിൽക്കാനും അവർക്ക് താല്പര്യമില്ല. ഈ പറയുന്ന ഭാരതത്തിനോട് ചേരാനാണ് അവർക്ക് താല്പര്യം എന്നുള്ളത് അവർ ഭൂരിഭാഗം പേരും അവരെ അറിയിച്ചു കഴിഞ്ഞു. ഈ പറഞ്ഞ 1 മെഗാവാട്ട് കറണ്ട് പോലും അവർക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന തെണ്ടികൾ അവർക്ക് 1 മെഗാവാട്ട് കറണ്ട് പോലും കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പാകിസ്ഥാൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ താല്പര്യമില്ല. അത് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തല്ലോ, അവിടെ ഈ പറയുന്ന ഇവരുടെ പ്രോക്സികളെ ഇറക്കി, പാകിസ്ഥാൻ സൈന്യത്തിന് ഇറക്കി ചെയ്യാൻ മടിയായതുകൊണ്ട് പ്രോക്സികളെ ഇറക്കി അവിടെയുള്ള ജനങ്ങളെ കൊന്നുകളയുകയാണ് നിഷ്ഠൂരം. അപ്പോൾ അതിനെല്ലാം തന്നെ പ്രതിരോധ മന്ത്രിയുടെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഇവിടെ പറയുന്നത്. ഈ പറയുന്ന സൈനിക സന്നാഹങ്ങളെ ഇറക്കി കാണിക്കുകയൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന കറാച്ചിയിലേക്ക് വന്ന് വേണമെങ്കിൽ മറുപടി പറയും എന്നുള്ളത് പറയുന്നത്. അത് നേരത്തെ വ്യോമാക്രമണമായിരുന്നു നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ പറയുന്നത്. ഇവിടെ കരവഴിയുള്ള ആക്രമണമായിരിക്കും ഉണ്ടാകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കരവഴിയുള്ള ആക്രമണത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഭൂമി പിടിച്ചെടുക്കുമ്പോഴാണ് സേന ഇറങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ വ്യോമാക്രമണം എന്ന് പറയുന്ന ഒരു പ്രദേശം തച്ച് തകർക്കാൻ വേണ്ടിയായിരിക്കും വ്യോമാക്രമണം ഉപയോഗിക്കുന്നത്. പക്ഷേ കരസേന എപ്പോഴും പോകുന്നത് ഈ പറയുന്ന ഭൂമി പിടിച്ചെടുക്കാനുള്ളതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട് ഇതിനെ, ഈ പ്രസ്താവന. ഈ അടുത്ത് വന്ന് കോൺഗ്രസ് കേന്ദ്രമന്ത്രിയായിരുന്ന P. ചിദംബരത്തിൻ്റെ പ്രസ്താവന ഓർമ്മയില്ലേ? 165ഓളം നമ്മുടെ രാജ്യത്തെ പൗരന്മാർ കൊല്ലപ്പെട്ട ആ ഒരു ഭീകര സംഭവം ഉണ്ടല്ലോ, അതായത് ബോംബെ ഭീകരാക്രമണം, താജ് ഹോട്ടലിൽ നടന്ന. അതെ, അതിൻ്റെ അദ്ദേഹം പറഞ്ഞ എന്തായിരുന്നു? എനിക്ക് തിരിച്ചടിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ അന്നത്തെ US സ്റ്റേറ്റ് സെക്രട്ടറി വന്നു പറഞ്ഞു, എന്നെയും പ്രധാനമന്ത്രിയും കണ്ടു പറഞ്ഞു, എന്ത് പറഞ്ഞു? രാജ്യാന്തര സമ്മർദ്ദമുണ്ട്, നിങ്ങളിതിന് തിരിച്ചടിക്കരുത് എന്ന് പറഞ്ഞു. ഇൻ്റർനാഷണൽ സമ്മർദ്ദമുണ്ട്, പ്രഷറുണ്ട്, അതുകൊണ്ട് നിങ്ങളിത് ചെയ്യരുതെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ അമേരിക്കയ്ക്ക് സെപ്റ്റംബർ 11 തീയതിയുണ്ട്, അറിയായിരിക്കുമല്ലോ, അവരുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ. അവരുടെ തീവ്രവാദത്തിൻ്റെ രക്തസാക്ഷി ദിനം എന്ന് പറഞ്ഞാൽ അതാണ്. ഈ പറയുന്ന ഇസ്ലാമിക് തീവ്രവാദത്തിൻ്റെ അമേരിക്കയുടെ രക്തസാക്ഷി ദിനമാണ് സെപ്റ്റംബർ 11. അതുപോലെ നമുക്കുള്ള ദിവസമാണ് നവംബർ 26 എന്ന് പറയുന്നത്. ഈ നവംബർ 26 നമുക്കുണ്ടായപ്പോൾ നമ്മൾ തിരിച്ചടിക്കരുത്. നമ്മുടെ 165 പൗരന്മാർ കൊല്ലപ്പെട്ട ഈ ഒരു രാജ്യം മൊത്തവും വിലപിച്ച ഈ ഒരു സംഭവത്തിന് നമ്മൾ തിരിച്ചടിക്കരുതെന്ന് പറയാൻ അമേരിക്കക്കാരന് ആരാണ്? അപ്പോൾ അത് കേട്ട് നിന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് ഇവിടെ വന്നിരുന്ന് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് പറയുന്നത് ട്രംപ് അല്ലേ മധ്യസ്ഥത വഹിക്കാൻ വന്നത്, ട്രംപ് പറഞ്ഞിട്ടല്ലേ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയത് എന്നൊക്കെ പറഞ്ഞു. ഒരു ഓപ്പറേഷൻ പോലും ഇവർക്ക് പറയാനില്ലല്ലോ തിരിച്ച്. ഓപ്പറേഷന്റെ പറയാൻ പറ്റും. കാരണം ഒരു സർജിക്കൽ സ്ട്രൈക്കുകളൊക്കെ എല്ലാ സമയത്തും നടക്കാറുണ്ട്. നടത്തേണ്ട സമയത്ത് നടത്തണം.
ചില തിരിച്ചടികൾ അന്ന് കൊടുത്തിരുന്നെങ്കിൽ അല്ല, മൻമോഹൻ സിംഗിന്റെ ഇതുണ്ടാവില്ലല്ലോ. അവർ പറയുന്ന മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ 8ഓളം സർജിക്കൽ സ്ട്രൈക്ക് നടന്നിട്ടുണ്ടെന്ന്. ശരിയാണ്, സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത് സർജിക്കൽ സ്ട്രൈക്ക് നടത്താറുണ്ട്. ഈ പറയുന്ന നുഴഞ്ഞുകയറ്റക്കാരുണ്ടല്ലോ, അവരെ അടിക്കുന്ന സർജിക്കൽ സ്ട്രൈക്കുകാരുണ്ട്. പക്ഷെ ഇതെന്ന് പറയുന്നത് പൗരന്മാരെ കൊല്ലുന്ന ഒരു ഇതാണ്. കാശ്മീരിൽ ഈ കാശ്മീർ വഴിയല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, 26 പേർ കൊല്ലപ്പെടുത്താണ് നമ്മൾ തിരിച്ചൊരു അറ്റാക്ക് എന്ന് പറയാം, യുദ്ധം എന്ന് പറയാൻ പറ്റില്ല. 26 പൗരന്മാർ 26 പേരുടെ ജീവന് വിലയുണ്ട് എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് നമ്മൾ അന്ന് അത് ചെയ്തത്. ഇതേ ഭരണകൂടമായിരുന്നു അന്ന് ഇരുന്നതെങ്കിൽ ഈ പരിപാടി നടക്കുമായിരുന്നു. US പറയുമ്പോൾ പോയി പണി നോക്കാൻ പറയുമായിരുന്നു. പിന്നെ അന്ന് ചേച്ചിക്ക് ഓർമ്മയുള്ള കാര്യമില്ല, 5 ഒരേ സമയത്ത് 5 സ്ഥലത്ത് ബോംബ് പൊട്ടിത്തെറിക്കുക. ബോംബെയിൽ ഇതൊക്കെ അത് വളരെ, അതായത് മുംബൈയിൽ ഇത് വളരെ സാധാരണമായൊരു കാര്യമൊക്കെ ആയിട്ട് സംഭവിക്കുമായിരുന്നു. 5 സ്ഥലത്ത് ഒരേ സമയത്തും ട്രെയിൻ ബ്ലാസ്റ്റ് നടക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ അവർ ഇങ്ങനെ പൊട്ടിച്ച് പഠിക്കുകയാണ് ഇവിടെ വന്നിട്ട്. എന്നിട്ട് അതിനുള്ളൊരു ഉത്തരവാദിത്വം ഈ പറയുന്ന രാജ്യം ഏറ്റെടുക്കുന്നില്ല. ഇതൊന്ന് ആലോചിച്ച് നോക്കണം, ഈ ഭീകരാക്രമണം നടന്ന് 1 വർഷം തികയുന്നതിന് മുമ്പേ 11 മാസം ആയതേ ഉള്ളൂ. 1 വർഷം തികഞ്ഞില്ല. അപ്പോൾ പോയി ഈ പറയുന്ന പ്രസിഡന്റിൻ്റെ കൂടെ ഇരുന്ന് ക്രിക്കറ്റ് മാച്ച് കണ്ടിരുന്ന, ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് കണ്ടിരുന്നവന്മാരാണ് ഇപ്പോൾ വന്നിരുന്ന് ഇന്ത്യൻ ടീം കൈ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിരുന്നത് വല്ലേ ഈ രീതിയിൽ പറയുന്നത്. അത് സ്വാഭാവികമാണ്, അവരുടെ കയ്യിൽ നിന്ന് അതേ പ്രതീക്ഷിക്കുകയുള്ളൂ. അതാണ് പറയുന്നത്. കോൺഗ്രസ് അങ്ങനെ പറയുമ്പോൾ നമുക്ക് അതിശയം തോന്നേണ്ട കാര്യമില്ല. അന്ന് ഇവരിങ്ങനെ കാണിച്ചത് ക്രിക്കറ്റ് മാച്ച് ഉണ്ടായിരുന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും പാക് പ്രസിഡന്റും ആയിരുന്നു, ഒരുമിച്ചിരുന്നാണ് ഈ കളി കണ്ടത്. ഇന്ന് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റുമോ? ഈ പറയുന്ന ഷഹബാസ് ഷരീഫും നരേന്ദ്രമോദിയും ഒരുമിച്ചിരുന്ന് ഈ ക്രിക്കറ്റ് മാച്ച് കാണുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. കാരണം ഭരിക്കുന്നത് വേറൊരാളാണ്. കാരണം ഇപ്പോൾ നമ്മുടെ രാജ്യത്തിലെ ഓരോ പൗരൻ്റെ ആത്മാഭിമാനത്തിൻ്റെ വില അറിയാവുന്ന ഭരണാധികാരിയാണ് ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാം എങ്ങനെയാണ് മറുപടി. അതിപ്പോൾ ഈ പറഞ്ഞ ഒരാളാണ് കൊല്ലപ്പെട്ടതെന്നുണ്ടെങ്കിലും അതിന് കൃത്യമായ മറുപടി അവിടെ കൊടുത്തിരിക്കും. ഈ പറയുന്ന നമ്മൾ കണ്ടതാണ്, ഈ പറയുന്ന 40ഓളം സൈനികരായിരുന്നു പുൽവാമയിൽ കൊല്ലപ്പെട്ടത്. അതിന് മറുപടി കൊടുത്തില്ലേ സൈനികർ? അതിനെതിരെ ഒരു നറേറ്റീവ് ഇറക്കി, ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയതായിരുന്നു. അത് പെഹൽഗാമിലും ഉണ്ടായിരുന്നല്ലോ. പെഹൽഗാമിലും പറയുന്നത് ഇന്റലിജൻസ് വീഴ്ച. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇസ്രായേലിലാണെങ്കിലും അവർ പറയുന്നത് കാര്യമാണ്, ഒക്ടോബർ 7 എന്ന് പറയുന്നത് നെതന്യാഹു അനുവദിച്ചതാണ് അത്ര. എന്തിന്? ഹമാസിനെ തിരിച്ചടിക്കാൻ വേണ്ടി. അതായത് നെതന്യാഹു അനുവദിച്ചു. ഈ ഒക്ടോബർ 7 എന്ന് പറയുന്നത് അവരെ അതെ, നമ്മൾ യൂട്യൂബിൽ നോക്കിയ ഡോക്യുമെന്ററികളൊക്കെ കാണും, വളരെ നിഷ്ഠൂരമായിട്ട് തലയർത്തും വീട്ടിനട്ടൊക്കെ കയറി. നമ്മൾ ഈ ലിയോ സിനിമയെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് തുടക്കത്ത് കാണിക്കുന്ന ചില ക്രൂരതയുണ്ട്. അതുപോലെ ഓരോ വീട്ടിൽ കയറി നിഷ്ഠൂരമായിട്ടുള്ള കാടത്തം ആണ് ഈ ബാർബേറിയൻസ് ആണ് ഇവർ. അങ്ങനെയാണ് ഇവർ കൊന്നു കൊടുക്കുന്നത്. നമ്മളതൊരു വെടിവെച്ച് കൊല്ലുക അങ്ങനെയല്ല, നിഷ്ഠൂരമായി ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച് കഴുത്തറുത്ത് ഇങ്ങനെയാണ് അവർ കൊല്ലുന്നത്. ഇത് നെതന്യാഹു അനുവദിച്ചതാണ് അത്രേ. അത് നേരത്തെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടി, അനങ്ങണ്ടെന്ന് പറഞ്ഞു. എന്തിന്? ഇത് ചെയ്താലല്ലേ തിരിച്ചടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അതേ ഒരു സംഭവമാണ് ഇവിടെയും ഇവർ പറയുന്നത്. ഈ പറയുന്ന കോൺഗ്രസ് പറയുന്നത്, അതായത് പെഹൽഗാം സംഭവം നടക്കുമായിരുന്നു. 26 പേരെ കൊലയ്ക്ക് കൊടുത്തതാണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, അന്ന് തന്നെ ഈ പ്രതികളെ പിടികൂടാനായിട്ടുള്ള, ഇപ്പം നരേന്ദ്രമോദി ഇത് അന്ന് തന്നെ പ്രതികളെ ഈ പറയുന്ന ഭീകരവാദികളെ പിടികൂടുന്നത് ഒരു ക്രെഡിറ്റ് അല്ലേ? അപ്പോൾ അതിനുവേണ്ടി സൈന്യത്തിനോട് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കില്ലായിരുന്നോ? ആ ഒരു രീതിയിൽ പെട്ടെന്ന് പിടികൂടാനായിട്ടുള്ള രീതിയിൽ പ്ലേസ് ചെയ്യില്ലായിരുന്നോ സൈനികരെ? അങ്ങനെ പ്ലേസ് ചെയ്യുമായിരുന്നില്ലേ? അങ്ങനെ ചെയ്തില്ലല്ലോ. എത്രയോ ഒരു മാസം എടുത്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് ഏതാണ്ട് 3-4 മാസത്തോളം എടുത്താണ് അവരെ പിടികൂടിയത്. ഈ പറയുന്ന പോലെ പ്രീ പ്ലാൻഡ് ആയിരുന്നെങ്കിൽ ഇവരെ അന്ന് തന്നെ പിടികൂടുന്നതും ഒരു ക്രെഡിറ്റ് അല്ലേ? അതും നരേന്ദ്രമോദിയുടെ തൊപ്പിയിലെ ഒരു തൂവലായി ആകില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചുമ്മാ ബേസ്ലെസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പടച്ചു വിടാൻ എന്ന് വിടുന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസ്സിന് മറ്റൊന്നും കഴിയില്ല. അതായത് ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, ഓരോ മലയാളിയും, ബോധമുള്ള ഓരോ മലയാളി, അങ്ങനെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്, ഓരോ മലയാളി, ഓരോ ഇന്ത്യക്കാരനും ചിന്തിക്കേണ്ടത്, കോൺഗ്രസ് ഇനി അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, കേന്ദ്രത്തിൽ അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാമായിരിക്കും, അതായത് ഇതുവരെ 11 വർഷം കൊണ്ട് കെട്ടിപ്പടുത്ത എന്തെല്ലാമാണ് നശിക്കാൻ പോകുന്നതെന്ന് ആലോചിക്കണം. നയതന്ത്ര ബന്ധങ്ങൾ നശിക്കും. കാരണം അവരുടെ താല്പര്യങ്ങൾ മാറും. നമുക്കറിയാം ഇസ്രായേലുമായിട്ടൊക്കെയുള്ള താല്പര്യങ്ങൾ കോൺഗ്രസിൻ്റെ സമയത്ത് എങ്ങനെയാണ്, നെതന്യാഹുവിൻ്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ടത്. കോൺഗ്രസിൻ്റെ സമയത്ത് എങ്ങനെയാണത് മാറിയിട്ടുള്ളത്? റഷ്യയുടെ പുടിൻ്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ട്. റഷ്യയുമായിട്ടുള്ള താല്പര്യങ്ങൾ, അതായത് ഈ പറയുന്ന S-400 അന്ന് അവരുടെ കാലഘട്ടത്തിൽ നിർമ്മിക്കാനിരുന്നതായിരുന്നു. പക്ഷേ അത് പിന്നീട് നീട്ടിവെക്കുന്നു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ വീണ്ടും
ഒരു പുറകോട്ടടിക്കുന്നൊരു സാഹചര്യമായിരിക്കും കോൺഗ്രസ് സർക്കാർ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ. അത് സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഇവരെ ഭരണത്തിൽ വരാനേ അനുവദിക്കാതിരിക്കുക, പ്രതിപക്ഷത്ത് തന്നെ എന്നേക്കുമായിട്ട് ഇരുത്തുക. കോൺഗ്രസ് മുക്ത ഭാരതമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതിന് കാരണമെന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം ഇല്ലാതിരിക്കുന്നത് ഒട്ടും ഒരു പ്രശ്നമാണ്. കാരണം അങ്ങനെയാണ് വൃത്തികെട്ട പ്രതിപക്ഷം ഈ ഭരണപക്ഷത്തിൽ നിന്ന് വേർപെട്ട് ഒരു ഭാഗം വേർപെട്ടിട്ട് ഒരു വൃത്തികെട്ട പ്രതിപക്ഷം ഉണ്ടാകും. അതിനേക്കാൾ നല്ലത് ഈ ഒരു പ്രതിപക്ഷം ഇങ്ങനെ വളരെ വിരുദ്ധ ആശയമുള്ള ഒരു പ്രതിപക്ഷം ഇരിക്കുന്നത് തന്നെയാണ്.